ഡയബറ്റീസിന് നമ്മൾ പറയുന്ന പോലെ പഞ്ചസാരയുടെ അളവ് രക്തത്തിൽ കൂടി എന്നതിനപ്പുറം ചില വലിയ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. മലയാളി അറിയാതെ പോകുന്നതും നമ്മൾ അറിയാതെ പോകുന്നതുമായിട്ടുള്ള കുറേ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. പ്രധാനപ്പെട്ടത് എന്തൊക്കെയാണ്? പ്രധാനപ്പെട്ട മൂന്നെണ്ണം എന്ന് പറയുന്നത് ചെറുതായിട്ട് കാഴ്ച മങ്ങൽ വരും. അപ്പോൾ തന്നെ നമ്മൾ ഓഫ്താൽമോളജി കണ്ടതിന് ശേഷം ഡയബറ്റിക് റെറ്റിനോപ്പതി ഉണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പ് വരുത്തണം. പിന്നീടെന്ന് പറയുന്നത് എല്ലാവർക്കും അറിയുന്നതാണ്, നല്ലപോലെ വൃക്കയെ ബാധിക്കുന്നതാണ്. അപ്പോൾ ഒരു റീനൽ ഫങ്ഷൻ ടെസ്റ്റായിട്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് അബ്നോർമാലിറ്റി വരുമ്പോഴേക്ക് അത്രമാത്രം അത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ അതിന് മുമ്പായിട്ട് മനസ്സിലാക്കാൻ, കിഡ്നിയെ ബാധിച്ചിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാനുള്ളതാണ് യൂറിനിലെ മൈക്രോ ആൽബുമിൻ ടെസ്റ്റ് ചെയ്യൽ. പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് ഞരമ്പുകളെ ബാധിച്ചോ എന്നറിയാനുള്ള, പ്രത്യേകിച്ച് കാലുകളിലൊക്കെ ചെയ്യുന്ന ടെസ്റ്റുകളാണ്. ഇത് മൂന്നാണ് മെയിനായിട്ടുള്ള കോംപ്ലിക്കേഷൻസ്. അതായത് ഈ ഷുഗർ അതായത് ഡയബറ്റീസ് ലെവൽ കൂടി നിന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഹാർട്ട് അറ്റാക്ക് വന്നാൽ അതിൻ്റെ പെയിൻ പോലും അറിയില്ല എന്നൊക്കെ ഡോക്ടർമാർ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. ഈ ഹാർട്ട് അറ്റാക്ക് വരുന്നുണ്ട്, സ്ത്രീകളിൽ വന്ധ്യതയ്ക്ക് കാരണമാകുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്കങ്ങ് അവഗണിച്ച് കളയാൻ പറ്റുന്ന ഒരാളല്ല, വളരെ കരുതലോടെ ഇരിക്കേണ്ട ഒരു വില്ലൻ കഥാപാത്രമായിട്ടാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക അല്ലേ? അതിൻ്റെ കോംപ്ലിക്കേഷൻസ്, അതിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിവേഴ്സലായിട്ട്, പ്രത്യേകിച്ച് മരുന്ന് എന്ന് പറയുന്നത് ഏറ്റവും ലാസ്റ്റ് ഘടകം മാത്രമാണ്. മെയിനായിട്ടുള്ളത് കൃത്യമായിട്ടുള്ള വ്യായാമം, പിന്നീടുള്ള ഡയറ്ററി കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതെല്ലാം കൂടി നമ്മൾ നിയന്ത്രിച്ച് കഴിഞ്ഞാൽ പിന്നെ കൃത്യമായിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള മരുന്നുകൾ, വർഷത്തിലൊരിക്കലെങ്കിലും ഈ കോംപ്ലിക്കേഷൻസ് ചെക്ക് ചെയ്യൽ, 3 മാസം ഇടവിട്ടിട്ടെങ്കിൽ മിനിമം ഈ ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യൽ എല്ലാമായിട്ട് നിയന്ത്രിച്ച് പോവുകയാണെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ തന്നെ നമുക്ക് മൊത്തത്തിൽ മാറ്റാൻ പറ്റുമെന്ന് പറയില്ല, പക്ഷെ അത് മാനേജ് കൊണ്ടുപോകാൻ കഴിയും.